സോ ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെന്തായാലും ഇന്നൊരു BR റാങ്ക് ഗെയിം പ്ലേ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ കൂടെ നമ്മുടെ കാർലും ഉണ്ട്, ഞാനുണ്ട്, പിന്നെ വെബ്സ്റ്റർ ബ്രോ ഉണ്ട്, പിന്നെ അനന്തും ഉണ്ട് ഗൈസ്. ഓക്കെ, സോ നമ്മളെന്തായാലും നമുക്ക് നെക്സ്റ്ററ മാപ്പാണ് കിട്ടിയേക്കുന്നത്. എവിടാ ഇന്റർസെലന്റ് സെന്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, സോ നമ്മളിവിടെ ലൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുവാണ്. ഓക്കെ, സോ ഇവിടെ ഫൈറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഫാസ്റ്റ് ആക്കി വിടാം നല്ലോണം. ഓക്കെ, ഫൈറ്റ് ഉള്ളപ്പോൾ ഞാൻ സ്ലോ ആക്കാം ഗൈസ്. സോ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നു, ഷെയർ ചെയ്യാൻ നിർബന്ധിക്കില്ല. മറ്റേ പറഞ്ഞ രണ്ട് കാര്യം ഉറപ്പായിട്ടും ചെയ്യാം ഗൈസ്. ഓക്കെ, സോ നമ്മളിവിടെ എന്താണ് മാസ്റ്റർ അടിക്കാൻ വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇനി മാസ്റ്റർ അടിക്കാൻ കുറച്ച് പോയിന്റ് കൂടി മതി, ഒരു 227 പോയിന്റ് കൂടി മതി ഗൈസ്. സോ മാസ്റ്റർ അടിച്ചാൽ നമ്മൾ പ്രോ പ്ലെയർ ആണെന്നും ഞാൻ പറയുന്നില്ല, നമ്മളല്ലെങ്കിൽ ന്യൂബ. ഓക്കെ, മാസ്റ്റർ അടിച്ചാൽ പൊളിയായിരിക്കും ഗൈസ്. നമ്മളെന്തായാലും ഇനി വിട്ടു കൊടുക്കുന്നില്ല, കാരണം എലൈറ്റ് ഹീറോയ്ക്ക് 5 സ്റ്റാർ ആയിട്ട് വിട്ടു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പൊട്ട പരിപാടിയാണ് ഗൈസ്. നമ്മളത് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമുക്ക് മാച്ചിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇന്റർസെലന്റ് സെന്ററിൽ നിന്ന് വിട്ടിട്ട് ഇവിടെ സിപ്പ് ലൈൻ വിളിച്ച് എവിടെ ഇത് സ്ഥലം ഫാം ടോഫിയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ ഇവിടെ തൊട്ടാണ് ഫൈറ്റ് ചെറുതായിട്ട് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ നമ്മുടെ കാർലോന്റെ നെറ്റ് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ അവിടെ എനിമീനെ ഞാൻ കണ്ടായിരുന്നു, ഇതാ ഓടുന്നു ഗൈസ്. അപ്പൊ ഞാൻ അവന്റെ പാട്ടിന് വിട്ടു ഗൈസ്, ഞാൻ അടിക്കാനൊന്നും പോയില്ല. അവിടെ ഒരു 500 റോക്കൻ കിടക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ട് ഞാൻ എന്റെ പാട്ടിന് പോയി ഗൈസ്. ഓക്കെ, സോ നമ്മളെന്തായാലും ഇവിടെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെബ്സ്റ്റർ ബ്രോ അടിച്ചു തുടങ്ങിയത്. അപ്പൊ എനിക്കും ബാക്കിൽ നിന്ന് അടി കിട്ടി തുടങ്ങി ഗൈസ്. അയ്യോ, ഞാൻ തീർന്നെന്ന് വിചാരിച്ചിരുന്നതാ. ഞാൻ പെട്ടെന്ന് ഓടി അങ്ങ് രക്ഷപ്പെട്ടു ഗൈസ്. എങ്ങനെയോ ഒന്നും പറയണ്ട, ഇനി ബാക്കിൽ നിന്ന് അടിക്കുമോന്ന് അറിയത്തില്ല. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരുത്തൻ ഇങ്ങനെ ഇരുന്നിരുന്ന് കാണിക്കുന്നത്. ഞാൻ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല, ഞാൻ അടിച്ചിട്ട് കില്ലും വാരി. ഓക്കെ, പോയി ഗൈസ്. അങ്ങ് കാർലോ നെറ്റ് പോയ കാരണം അവിടെ നോക്കായി വീണിട്ടുണ്ട്. വെബ്സ്റ്റർ ബ്രോയും തീർന്നു ഗൈസ്. ഇനി ഞാനും അനന്തവും മാത്രം. വെബ്സ്റ്റർ ബ്രോനെ മുന്നിലോട്ട് പോയിട്ട് പൊക്കി വിടാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ നമ്മളെന്തായാലും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫൈറ്റ് ഗൈസ്, നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, സെറ്റ് ഫൈറ്റ് ആണ്. സോ നമ്മളെന്തായാലും ഇവിടെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ വെബ്സ്റ്റർ ബ്രോനെ പൊക്കി വിട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ, നോ സീൻ. ഇനി വേറെ ആരെങ്കിലും ഇവിടെ ഫൈറ്റ് എടുക്കാനായിട്ട് വരുന്നോ നോക്കി നിൽക്കുവാണ്. ഇവിടെ എനിമീസ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു ഗൈസ്. നമ്മുടെ MP51 M143 ആണ് ഇരിക്കുന്നത്. ലോങ്ങിന് സെറ്റാണ്, ഷോർട്ട് റേഞ്ചിന് സെറ്റാണ് ഗൈസ്. ഓക്കെ, സോ അവിടെ ലോങ്ങിലെ ഒരു എനിമിനെ ഞാൻ കണ്ടായിരുന്നു, അവനെ ഞാൻ വിട്ടു ഗൈസ്. പിന്നെ വണ്ടിയൊക്കെ എടുത്തു പോകുന്നു, അവനെ ഞാൻ മൈൻഡ് ചെയ്തില്ല, കാരണം നമ്മളിപ്പോൾ പൊസിഷൻ പിടിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു അനന്തവിൻ്റെ അടുത്തടാ പോട്ടറ വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കാർലോനെ അടിച്ചു മറക്കി ഗൈസ്. അതേത് നെറ്റ് പോയ കാർലോ. ഇമാർക്കൊക്കെ അതേ പറ്റത്തുള്ളൂ ഗൈസ്, എന്തോ പറയാനാ. നെറ്റ് പോയവന്മാരെയൊക്കെ അടിച്ചിട്ടാ മെസ്സ് കാണിക്കുന്നത് ഏറെ. അതുപോട്ടെ, കാർലോനെ ചിലപ്പോൾ KCV ചോദിച്ചതായിരിക്കും, പറയാൻ പറ്റില്ല. ഇവിടെ വെച്ച് ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ മുകളിലായിരിക്കും ചിലപ്പോൾ, എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാണുന്നില്ല ഗൈസ് ആരെയും. ഓക്കെ, താഴെ നിന്ന് എനിമീസ് വരാൻ തുടങ്ങി. സോ നമ്മുടെ വെബ്സ്റ്റർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ഡാമേജ് ഗൈസ്. അപ്പോഴത്തേക്ക് അവൻ്റെ ടീമേറ്റ് കയറുന്നു, അവനെ അടിച്ചിട്ട് അവനെ ഫിനിഷ് ആക്കി. താഴെ നിന്ന് വേറെ എടുത്താൻ അവനെ നോക്കാക്കിയിട്ട് അടിച്ച്. ഓക്കെ, അങ്ങനെ 3 കില്ല് കിട്ടിയിട്ടുണ്ട് നമുക്ക്, പൊളി. നമ്മളെന്തായാലും ഇവിടെ റിപ്പയർ കിറ്റ് എല്ലാം അടിച്ച് സെറ്റാണ്. അവിടെ മുകളിൽ ഫുള്ള് ഫൈറ്റാണ് ഗൈസ്. സൈലൻസർ വെച്ച് ആരൊക്കെയോ അടിച്ച് പൊളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ മുകളിലായിരിക്കും എനിമീസ് എന്ന് പറയും. അവിടെ അവൻ ഗ്ലൂവാള് പൊട്ടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുത്തൻ. അവൻ താഴേക്ക് ചാടി ഗൈസ്. ഇവിടെ വെച്ച് ഞാൻ ഓട്ടോ ബാക്ക് ആയി പോയായിരുന്നു ഗൈസ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് അനന്ത് നമ്മളെ പൊക്കിയിട്ടുണ്ട്. അനന്ത് സെറ്റ് ഗൈസ്. സോ നമ്മളെന്തായാലും ഇവിടെ ഇരുന്ന് സൂപ്പർമാറ്റ് അടിക്കുവാണ് ഗൈസ്. ഓക്കെ, നമ്മള് മെഡ് അടിച്ചെന്തോ ഇവിടെ എനർജൈസറൊക്കെ വലിച്ച്. ഓക്കെ, ഇനി ഒരു സ്ക്വാഡ് കൂടെ ഉള്ളെന്ന് തോന്നുന്നു. അല്ല, ഒരു സ്ക്വാഡ് അല്ല, അവന്മാർ രണ്ടും വേറെ ടീമാണ് ഗൈസ്. ഓക്കെ, സോ അവിടെ ലോങ്ങിൽ നിന്ന് വെൻഡിങ് മെഷീനിൽ കൊടുക്കാൻ ഉണ്ടായിരുന്നു ഗൈസ്. അവന് 25 കൊടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ സ്റ്റാൻഡിലാണ്.
അപ്പൊ നമ്മുടെ തൊട്ട് മുന്നിലുള്ള എനിമീസിനെ അടിക്കാന്ന് വിചാരിച്ചു ഗൈസ്. അവന്റെ ഒരുത്തരം നല്ല ഡാമേജ് കൊടുത്തു, പക്ഷെ അവൻ മിസ്സായി പോയി. എന്ത് പറയാനാ. ഞാൻ ഇപ്പൊ വെബ്സ്റ്റർ ബ്രോ ഇറങ്ങിയ ഗ്ലൂ ഇട്ട് അങ്ങ് കയറിക്കോളാൻ. പിന്നെ ഞാൻ നോക്കിയില്ല, ഗ്ലൂ ഇട്ട് അങ്ങ് കയറി ഗൈസ്. ഇവിടാണ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഫൈറ്റ് ഗൈസ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ ഗ്ലൂവിന്റെ കവർ എടുത്തിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് വേറൊരുത്ത ഓടുന്നു ഗൈസ്. ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. അപ്പോൾ ഒരുത്തരം അങ്ങ് ഡൗൺ ആക്കിയിട്ടായിരുന്നു. മറ്റവനെയും എന്താ 2 കില്ല് ഞാൻ തന്നെ എടുത്തു. ഇനി ഇവിടെയാണ് ഫൈറ്റ്. ഓക്കെ, ഇത് ലാസ്റ്റ് എനിമിയാണ് ഗൈസ്. ഇവനെ കൂടി തീർത്ത് നമ്മൾ പൂയ അടിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ഗായ്സ്.